ഹായ് ഹലോ. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് വീണ്ടും ഞാൻ വന്നിട്ട് തായ്ലൻഡിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ടാണ്. കുറേ നാളുകളെ ഈ വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിക്കണം, പക്ഷേ ഈ പറഞ്ഞ പോലെ ഓരോ തിരക്കുകളായിട്ട് വീഡിയോസ് ഇടാൻ പറ്റാറില്ല. അപ്പോൾ ഇനിയെങ്കിലും ഇതിട്ടില്ലെങ്കിൽ എൻ്റെ ഫോൺ മെമ്മറി മൊത്തം അടിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോസൊക്കെ ഇട്ട് ഡ്രാഫ്റ്റ് ക്ലിയർ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ വീണ്ടും തായ്ലൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയ വിശേഷം വരെയാണ് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എക്സൈറ്റ്മെൻ്റ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഞങ്ങൾ തായ്ലൻഡിൽ വിമാനം ലാൻഡ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ തായ്ലൻഡ് എയർപോർട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അത്യാവശ്യം വലിയൊരു എയർപോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആർക്കും പരിചയമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ ഗൈഡിന് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് നടന്നിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് ഗൈഡ് എത്തുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഗൈഡിനെയൊക്കെ കണ്ടുപിടിച്ചു. ഞങ്ങളങ്ങനെ പ്രൊസീഡിങ്സും എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു. ഇനി ഞങ്ങളൊരു ടീമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പല സ്ഥലത്തെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബസ്. അപ്പോൾ കുറച്ച് പല സ്റ്റേറ്റിലെ ആളുകളായിരുന്നു കേട്ടോ. കർണാടകയിലത്തെ ആൾക്കാരുണ്ടായിരുന്നു, അങ്ങനെ പല ആൾക്കാരുകളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ എയർപോർട്ടിൽ വെച്ചാണ് ഞങ്ങളൊന്ന് ഫ്രഷ് ആയത്. ജസ്റ്റ് ഒന്ന് ഞങ്ങളെല്ലാവരും ബ്രഷൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ നേരെ തന്നെ ആ ദിവസം തന്നെ ഞങ്ങളുടെ ട്രിപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നിന്ന് ഫ്രഷ് ആവേണ്ട വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഗംഭീര ബസ്സായിരുന്നു. ഞങ്ങൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ കൂടി നല്ല സ്പേഷ്യസ് ആയിരുന്നു. നല്ല അടിപൊളി ബസ്സുമായിരുന്നു. ഫുള്ളി നല്ല പുറത്ത് കാഴ്ചകൾ കാണാൻ പറ്റാവുന്ന തരത്തിൽ നല്ല വിൻഡോ സ്പേസ് ഉള്ള നല്ല ഒരു ഗംഭീര ബസ്സുമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഒന്ന് ജസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പിന്നെ വണ്ടിയിലാണ്. ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ടിലേക്കാണ് ഞങ്ങൾ ആദ്യം പോണത്. അപ്പോൾ നമ്മുടെ ടൈഗർ ഫുഡ് കഴിക്കണത് അവിടുന്നാണ്. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ പേരൊക്കെ മറന്നുപോയി, കുറേ നാളുകളായില്ലേ വീഡിയോയിൽ കിടന്നിട്ട്. സഫാരി പാർക്ക് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. അവിടെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് ബുഫേ പോലത്തെ ആയിരുന്നു, നമുക്ക് ഇഷ്ടംപോലെ ഫുഡ് എടുക്കാം. അപ്പോൾ ഇതിനുള്ളിലൊക്കെ നിറച്ച് ടൈഗേഴ്സാണ്. ദൈവമേ, ഒക്കെ ഉറങ്ങിക്കിടക്കുകയാണ്. എങ്ങാനും എഴുന്നേറ്റ് ഒന്ന് അറ്റാക്ക് ചെയ്യാമെന്നൊരു പേടി എൻ്റെ മനസ്സിൽ ചെറുതായി ഇല്ലാതില്ല. എന്നാലും സാരില്ല, നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അത് വലിയൊരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വണ്ടികളിൽ നമ്മൾ കൊണ്ടുപോകും. അപ്പം ഏകദേശം ഞങ്ങളുടെ ട്രിപ്പിലെ ഒരുവിധം ആൾക്കാരൊക്കെ ഇതിൽ കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ മൊത്തം കറങ്ങി കണ്ടു. കുറേ സ്ഥലമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ എൻട്രി ഫീസൊക്കെ ഞങ്ങളുടെ ആ പാക്കേജിൽ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് പിന്നെ അതുപോലെ ടൈഗറിനെ തൊടാനുള്ള ആ സംഭവം നമുക്കിതിൽ ഇൻക്ലൂഡഡ് ഉണ്ടായിരുന്നു. അതേപോലെ പിന്നെ കുറേ ജീവികളെയൊക്കെ കാണണമെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ അതിനെ ടച്ച് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഇപ്പോഴത്തെ സൂവിലൊക്കെ പോണ പോലെ നമുക്ക് വണ്ടിയിൽ അവർ നമ്മൾ കാരണം അത്ര ഏരിയ ഉണ്ട്, നടന്നൊന്നും പെട്ടെന്ന് കവർ ചെയ്ത് കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും വണ്ടി തന്നെ യൂസ് ചെയ്യാണ്. അപ്പോൾ നമ്മളത് അറിയേണ്ട ആൾ തൊട്ടപ്പോൾ ആൾ സമ്മതിക്കില്ല, കാരണം തൊടാൻ തന്നെ അവിടെ പൈസ കൊടുക്കണം, ബാത്ത് കൊടുക്കണം. അങ്ങനെ ഇഷ്ടംപോലെ പെരുമ്പാമ്പിനെയൊക്കെ നമുക്ക് കഴുത്തിലെടുക്കാം, ഫീഡ് ചെയ്യാം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. വീഡിയോ എടുക്കണോണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇവരൊക്കെ തൊടണമെങ്കിലോ ഫീഡ് ചെയ്യണമെങ്കിലോ ഒക്കെ പൈസ കൊടുക്കണം. പക്ഷേ എനിക്കതൊന്നും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് അത്യാവശ്യം നല്ല പേടിയാണ് ഇങ്ങനത്തെ ജീവികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ കുറേ ജീവികളെ നമ്മളിവിടെ കാണുന്ന കുറേ ജീവികളും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ നമ്മുടെ സൂവിലൊക്കെ കാണുന്ന കുറേ ജീവികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തു. പക്ഷേ ടൈഗർ എൻ്റെ ഒരു വലിയ അനുഭവമായിരുന്നു. ഒറ്റയ്ക്ക് കയറായിരുന്നു, പക്ഷെ ഞാൻ കയറിയില്ല, എനിക്ക് പേടിയായി. ഞാനതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ കൂടെ കയറുള്ളൂ എന്ന് പറഞ്ഞു. രണ്ടെണ്ണാണെങ്കിൽ ഒറ്റയ്ക്ക് കയറുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല, എനിക്ക് നല്ല പേടിയായിരുന്നു. അങ്ങനെ ടച്ച് ചെയ്തിട്ടൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഫോട്ടോസ്, ഏകദേശം നമ്മൾ അന്നത്തെ ട്രിപ്പ് അന്നവിടെ ഏകദേശം നമ്മൾ എൻജോയ് ചെയ്തു. കുറേ കാര്യങ്ങളൊന്നും കാണാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല നല്ല ഫോട്ടോസ് എവിടെ ഫ്രെയിം വെച്ചാലും അടിപൊളിയായിരുന്നു. ആ പാർക്കിൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും അടിപൊളി പല അഡ്വഞ്ചറസ് ആയിട്ടുള്ള പല ഇതുകളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.